വർത്താനം പറഞ്ഞിക്ക സമയമില്ല കേട്ടോ. നമുക്ക് വേഗം ഒരു ഫിഷ് മോളിയും അരിദോശയും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള അയക്കുറ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാമെന്ന് എനിക്ക് കത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വയ്ക്കുക. കുറച്ച് സമയം എടുത്ത് വെച്ചാൽ നല്ലത് കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തേങ്ങാപ്പാൽ കേട്ടോ. മടിയെല്ലാം കൈമുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങേൻ്റെ പാലൊക്കെ പാക്കറ്റിലും നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ മേടിച്ചാൽ മതി. എന്നാലും ഈ ഒരു കറി ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് മീൻ വറുത്തെടുത്ത് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റി വരുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സവാള അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലിടുന്ന മസാലകളിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു രസം കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിംപിളോസ്കി കറിയാണ് കേട്ടോ. വെറും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ ആകുള്ളൊരു പാട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ എടുത്ത് കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം അങ്ങ് ശീലമായിക്കൊള്ളുന്നേ. പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഫിഷ് കുട്ടന്മാരെ അതിനകത്തോട്ട് ഒളിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർക്ക് കൂട്ടായിട്ട് കുറച്ച് തക്കാളിയും കൂടെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ബ്രെഡാണ് കേട്ടോ. നല്ല മിൽക്ക് ബ്രെഡ് ആണെങ്കിൽ അടിപൊളി. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് കേട്ടോ. പിന്നെ കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട.